പശ്ചിമേഷ്യൻ ആകാശത്ത് യുദ്ധമേഘങ്ങൾ കനക്കുന്നതോടെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നേരിട്ടുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഏതു നിമിഷവും സ്ഥിതിഗതികൾ മാറിമറിയാമെന്ന ഭീതി പ്രവാസ ലോകത്തെ ഗ്രസിച്ചിരിക്കുകയാണ്. വ്യോമപാതകളിലെ അനിശ്ചിതത്വം കാരണം നാട്ടിലേക്കുള്ള മടക്കയാത്ര അസാധ്യമായതോടെ പലരും ഗൾഫ് നാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. മേഖലയിലെ വ്യോമപാതകൾ സുരക്ഷിതമല്ലെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് പ്രമുഖ വിമാന കമ്പനികളെല്ലാം സർവീസുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട്. അടിയന്തരമായി നാട്ടിലെത്തേണ്ടവർ പോലും വിമാനങ്ങൾ ലഭിക്കാതെ വലയുകയാണ്. സർവീസുകൾ വെട്ടിക്കുറച്ചതോടെ ലഭ്യമായ ടിക്കറ്റുകൾക്ക് വൻ തുകയാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. ഇത് സാധാരണക്കാരായ പ്രവാസികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇതിനൊപ്പം വിമാനമില്ലാത്തതും പ്രതിസന്ധിയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പഠിക്കുന്ന ആയിരക്കണക്കിന് മലയാളി വിദ്യാർത്ഥികളുടെ ഭാവിയിലും കരിനിഴൽ വീണിരിക്കുകയാണ്. പല വിദ്യാലയങ്ങളിലും നിർണായകമായ പരീക്ഷകൾ നടന്നു വരുന്ന സമയമാണിത്. സംഘർഷം കടുക്കുകയും വിദ്യാലയങ്ങൾ അടച്ചിടേണ്ടി വരികയും ചെയ്താൽ അധ്യയന വർഷം നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും കേരള പാഠ്യരീതിയിൽ പഠിക്കുന്നവർ വലിയ ആശങ്കയിലാണ്. സ്കൂളിൽ കുട്ടികളെ വിടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. സ്ഥിതി വഷളായാൽ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറുന്നതിനെ കുറിച്ച് പല സ്കൂളുകളും ആലോചിക്കുന്നുണ്ട്. എങ്കിലും യുദ്ധഭീതി കുട്ടികളുടെ മാനസികാവസ്ഥയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഗൾഫിലുള്ള പ്രിയപ്പെട്ടവരുടെ സുരക്ഷയോർത്ത് കേരളത്തിലെ വീടുകളിലും പ്രാർത്ഥനകളും ആശങ്കകളും മാത്രമാണ് ബാക്കി. ഫോൺ വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥയുണ്ടാകുമോ എന്ന ഭയമാണ് പലർക്കും. നിലവിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം ശക്തമല്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം. ഇറാനെതിരെ അമേരിക്ക ആക്രമണം തുടർന്നാൽ ഇറാന്റെ തിരിച്ചടി വീണ്ടും ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ വീണ്ടും പ്രവാസി മലയാളികൾ ആശങ്കയിലാകും.